വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അൽഖോർ സൂയിലോട്ടാണ്. ലോട്ട്സ് ഓഫ് ആനിമൽസ് ഉണ്ടെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആവശ്യത്തിന് നമ്മുടെ പിള്ളേരെയൊക്കെ രസിപ്പിക്കാനും എൻജോയ് ചെയ്യിപ്പിക്കാനും നമുക്കൊരു ഗുഡ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ആനിമൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ സൂയിലുണ്ട്. അപ്പോൾ ഇത് റിനോവേറ്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയാതിരിക്കാൻ വഴിയില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ആദ്യമേ നമ്മൾ വിസിറ്റ് ചെയ്തത് ടൈഗേഴ്സിനെയാണ് കേട്ടോ. നമ്മുടെ ബംഗാൾ ടൈഗേഴ്സാണിത്. സൈസൊക്കെ കാണുന്ന എൻ്റെ മക്കളെ നല്ല നല്ല പോഷകസമൃദ്ധമായ ഫുഡ് കഴിച്ച് വളരുന്ന മക്കളാണ് നമുക്ക് കണ്ടാലേ അറിയാം. പിന്നെ നമ്മൾ കാണാൻ പോയത് നമ്മുടെ സിംഹരാജാവിനെയാണ് കേട്ടോ. ആഫ്രിക്കനാണ് ആൾ. അപ്പോൾ ആളെയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പരിചയമുള്ള 2 മുഖങ്ങൾ കണ്ടു. നിൽക്കുന്നു നമ്മുടെ അരുണും ശില്പയും ആലോചനും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ടൂറായിരുന്നു സൂവിനകത്തൂടെ. നമ്മുടെ ശില്പി ഇച്ചിരി ഷൈ ആയിരുന്നു ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും അവളെ ഞാൻ റിപ്പീറ്റ് അടിച്ച് ഒന്നും കൂടെ കാണിച്ചു തന്നതാണ് പർപ്പസ്ലി. അപ്പോൾ അത് കഴിഞ്ഞ് ഈനിക്കുട്ടനും ആൻഡോച്ചനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി കളിയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഈനിക്കുട്ടനെ പണ്ടെപ്പോഴും മിസ്സായിപ്പോയി അവൻ്റെ ബന്ധുക്കളോ ബ്രദറോ ആരോ ആണെന്ന് തോന്നുന്നു. അവനെടുത്ത് അങ്ങോട്ട് എറിയുന്നു ക്യാപ്പ്, മങ്കി ഇങ്ങോട്ട് എറിയുന്നു ക്യാപ്പ്. അങ്ങനെ ആകപ്പാടെ ബഹളമായിരുന്നു അവിടെ. ഈ ഫുൾ സെഷൻസ് മങ്കീസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മളെപ്പോലെ ആരോ ഒക്കെയാണ്. നല്ല അടിയാണ്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞടി. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പോളാർ ബേഴ്സിൻ്റെ അടുത്തോട്ട് പോയി. ആൾക്കാരവിടെ അത്തിച്ച് പൊളിച്ച് സുഖിച്ച് ജീവിക്കുകയാണ്. പക്ഷെ പാവങ്ങൾ എന്നാ ചെയ്യാനാണ്, ചൂടല്ലേ ഇവിടെ. അത് കഴിഞ്ഞ് ആ പാർക്ക് മുഴുവൻ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. നിറച്ച് ഗ്രീനറിയാണ്, പക്ഷെ ചൂട് ഒരു രക്ഷയില്ല ഗൈസ്, പറയാതിരിക്കാൻ. പിന്നെ ഇത് ഓസ്ട്രിച്ചിൻ്റെയൊക്കെ സെക്ഷനായിരുന്നു. അവിടെ ചെന്ന് ഓസ്ട്രിച്ചിൻ്റെയൊക്കെ കണ്ടു. ആ ചേച്ചി കുറേ സംബന്ധിച്ചെങ്കിലും കൈ അങ്ങ് എത്തുന്നുണ്ടായിരുന്നില്ല. ആൻഡോച്ചൻ കൊടുത്തത് കണ്ടപ്പോഴത്തേക്കും മീനുകൂട്ടനും ജിറാഫിന് കൊടുക്കാൻ പുല്ല് കൊടുക്കണം എന്ന് ആഗ്രഹം. പക്ഷെ ആ ജിറാഫ് ആയിക്കോട്ടെ ആദ്യമൊന്നും അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിലും പിന്നെ അവൻ്റെ നിന്ന് മേടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞൊന്ന് എൻജോയ് ചെയ്തു. പിന്നെ റൈനക്കുട്ടന്മാരെ കണ്ടു. എല്ലാം പറയാതിരിക്കാൻ പറ്റത്തില്ല. വെൽ മെയിൻറ്റെയിൻഡ് പാർക്കാണ് ഗൈസ്. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സെക്ഷൻ അല്ലായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ജീവികളാണ് ഇതിനകത്ത്. ഫോർ എക്സാമ്പിൾ പാമ്പ് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. തന്നെ കാണുന്നത് തന്നെ ഇത് ബ്ലാക്ക് പൈത്തൺ ആണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തൊന്നും ഞാൻ ഒന്നിനെയും കണ്ടില്ല. എന്തൊക്കെയോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എവിടെയോ ഹൈഡ് ചെയ്തിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് മലമ്പാമ്പാണ് ഗൈസ്. ഇതിനെനിക്ക് കാണുമ്പോൾ ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ കൈ കൂടെ ഇങ്ങനെ ഗൂസ് ബംസ് പോകുന്നു. ഐ കാണ്ട് ഗൈസ്, ഐ കാണ്ട്. അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ഒരു ഈവനിങ് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ. എൻ്റെ ഈനക്കുട്ടനെ കണ്ടോ ഗൈസ്, വേർത്ത് ക്ഷീണിച്ച്. പിന്നെ അവനെ കൊണ്ട് വണ്ടിയിലോട്ട് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കളിയാക്കി അന്നത്തെ ഒരു ഈവനിങ് നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അന്നത്തേക്ക് പാർക്കിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു my channel, you guys. See you in the next video. Wait for my next video coming up soon. Ta-ta, bye-bye.